ജനുവരി മുതൽ 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കേണ്ടതാണ്. എന്നാൽ ഇതുവരെയും ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ബജറ്റിന് മുമ്പ് പുതിയ ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. എവിടെ നോക്കിയാലും 8ാം ശമ്പള കമ്മീഷന്റെ വാർത്തകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് പുതിയ കമ്മീഷൻ വരുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുന്നതിനു വേണ്ടി രൂപീകരിക്കുന്ന ഈ ശമ്പള കമ്മീഷനിൽ പ്രതീക്ഷകൾ ഏറെയാണ്. 2025 ഡിസംബർ 31-നാണ് 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞത്. ഇതനുസരിച്ച് 8ാം ശമ്പള കമ്മീഷൻ ജനുവരി മുതൽ നടപ്പിലാക്കി തുടങ്ങേണ്ടതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നു തുടങ്ങിയിട്ടില്ല. എന്നിരുന്നാലും ബജറ്റിന് മുമ്പെങ്കിലും പുതിയ ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. നിലവിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലാണ് സർക്കാർ 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കി പോകുന്നത്. പക്ഷേ ഇത് നടപ്പിലാക്കാൻ ഏകദേശം 15 മാസത്തെ കാലതാമസം വേണ്ടിവരും. കാരണം കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ച് അംഗീകാരം ലഭിച്ചാൽ മാത്രമാണ് ഇത് നടപ്പിലാകൂ. ശമ്പള കമ്മീഷന്റെ രൂപീകരണം എന്ന് പറയുന്നത് സർക്കാർ കമ്മീഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നതാണ്. അതിന് ഏറ്റവും ആദ്യത്തെ ഘട്ടം ഒരു ചെയർമാന്റെയും വിദഗ്ധ അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ കമ്മീഷനെ തെരഞ്ഞെടുക്കുക. ജീവനക്കാരുടെ സംഘടനകളുമായും വിവിധ വകുപ്പുകളുമായും ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരിക്കും കമ്മീഷൻ തീരുമാനത്തിലേക്ക് എത്തുക. തുടർന്ന് കമ്മീഷൻ ഒരു സമഗ്രമായ പഠനം നടത്തും. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി, നാണയപ്പെരുപ്പം, മറ്റ് സംസ്ഥാനങ്ങളിലെ ശമ്പള രീതികൾ എന്നിവയായിരിക്കും ഇതിൽ പരിഗണിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എത്ര ശതമാനം ശമ്പള വർധനവ് വേണമെന്ന് തീരുമാനിക്കുക. പിന്നീടാണ് റിപ്പോർട്ട് സമർപ്പിക്കൽ. അതായത് പഠനത്തിന് ശേഷം കമ്മീഷൻ തങ്ങളുടെ ശുപാർശകളും കണ്ടുപിടുത്തങ്ങളും അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിന് നൽകും. 7ാം ശമ്പള കമ്മീഷനിൽ നിന്ന് 8ാം ശമ്പള കമ്മീഷനിലേക്ക് എത്തുമ്പോൾ ഫിറ്റ്മെന്റ് ഫാക്ടറിൽ വലിയ വർധനവ് ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുതന്നെയായിരിക്കും ഈ റിപ്പോർട്ടിലെ പ്രധാന ഘടകം. പിന്നീട് റിപ്പോർട്ട് സമർപ്പിച്ചാലും അത് നേരിട്ട് നടപ്പിലാക്കില്ല. മറിച്ച് ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തണമോ എന്ന് കേന്ദ്ര മന്ത്രിസഭ തീരുമാനിക്കും. മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമായിരിക്കും ശമ്പള കമ്മീഷൻ നിയമപരമായി നടപ്പിലാക്കാൻ സാധിക്കുക. മന്ത്രിസഭ അംഗീകാരത്തിന് ശേഷമാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക. അങ്ങനെ 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാകും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.